Hi everyone, welcome to the second part of Saujanya Dharamsthala Sri Manchunatha Swami Temple Scene. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്ത സമയത്ത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒന്നുകൂടി പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ കാണുക, അത് കണ്ടവർക്കേ ഈ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷൻ മനസ്സിലാവുള്ളൂ. ധർമ്മസ്ഥലയിൽ ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ മാത്രം 460 സംതിങ് ആളുകളെ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് 1000-ന് മുകളിൽ അവിടെ ആളുകളെ കുഴിച്ചു മൂടിയതിൻ്റെ കഥകളാണ്. ഇതിലേക്കൊക്കെ വെളിച്ചം വെച്ചത് സമീറിൻ്റെ യൂട്യൂബ് വീഡിയോ ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സൗജന്യ. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് സൗജന്യയിൽ നിന്ന് തന്നെയാണ്. സോ സൗജന്യ എന്ന് പറഞ്ഞ ആ കുട്ടിയെ കാണാതായ ആ ഒരു പെർട്ടിക്കുലർ ദിവസം രാത്രി ആളുകളെല്ലാവരും സൗജന്യയെ തപ്പി ഇറങ്ങിയ ആ ഒരു രാത്രി, ആ രാത്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗജന്യയെ തപ്പി ഇറങ്ങിയ ആർക്കും സൗജന്യയുടെ ഒരു വേറെ ബോട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അന്ന് രാത്രി. ദ വെരി നെക്സ്റ്റ് ഡേ സൗജന്യയെ ഇവർ തപ്പി നടന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായ കുറച്ച് കാട് മൂടി കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുകിട്ടുകയാണ്. ഇപ്പോൾ സൗജന്യയുടെ ബോഡിയുടെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൗജന്യയുടെ പോലീസ് റിപ്പോർട്ട്, ഈ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് പോലീസ് റെഡിയാക്കിയ റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിപ്പോർട്ടിനകത്ത് സൗജന്യ കിടന്ന സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം. ആ മഴയത്ത് കിടന്ന സൗജന്യ പ്ലസ് സൗജന്യ ഓബിയസ്ലി കമ്മിങ് ബാക്ക് ഫ്രം ഹർ സ്കൂൾ കോളേജാണ്. സോ ആ ടൈമിൽ ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബാഗും ബുക്കും കാര്യങ്ങളൊന്നും നനഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഷോസ് സൗജന്യ അവിടെ വെച്ചല്ല കൊല്ലപ്പെട്ടത്. സൗജന്യ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി കൊന്നുകളഞ്ഞ് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണ്. സൗജന്യ മിസ്സിങ് ആയ ദിവസം രാത്രി 100-200 പേര് തപ്പി ഇറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എവിടെ നിന്നാണോ സൗജന്യയുടെ മൃതദേഹം ലഭിച്ചത് ആ സ്ഥലത്തും അവർ തപ്പിയിരുന്നു. പക്ഷെ വെരി നെക്സ്റ്റ് ഡേ ആ സ്ഥലത്ത് വീണ്ടും തപ്പാൻ പോയപ്പോൾ അവിടെ മൃതദേഹം വന്നിരിക്കുന്നു. ഇത് പോലീസുകാർ മണ്ടന്മാരൊന്നുമല്ലല്ലോ, പക്ഷെ അവിടുത്തെ പോലീസിൻ്റെ മണ്ടൻ കളിയെക്കുറിച്ചാണ് പറയുന്നത്. സൗജന്യയുടെ ദേഹം അവിടെ നിന്ന് കിട്ടുന്നു. ഈ ബുക്കിലോ ബാഗിലോ എവിടെയും മണ്ണോ ചളിയോ വെള്ളമോ ആയിട്ടുള്ളൊരു അവസ്ഥ കാണുന്നില്ല. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ തിങ്, സൗജന്യയുടെ ഇന്നർ വോയിസ് അത് ആ ഡെഡ് ബോഡിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെ റെക്കോർഡ്സിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ പോലീസുകാർ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പ്രൈമ ഫേസിൽ അവർക്ക് എന്ത് ചെയ്യണം, സന്തോഷ് റാവുവിനെ ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റായി ഫ്രെയിം ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സൗജന്യയുടെ വീട്ടിലേക്ക് പോയി സൗജന്യയുടെ ദേഹം കണ്ടെത്തി. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് വീട്ടിലേക്ക് പോയി സൗജന്യയുടെ വീട്ടിൽ നിന്ന് സൗജന്യയുടെ കുറച്ച് ഇന്നർ വേഴ്സ് എടുത്തു കൊണ്ടുവന്ന് ആ സ്പോട്ടിലിട്ട് സന്തോഷ് റാവു അവൻ ആ സ്ഥലത്ത് വെച്ചാണ് സൗജന്യയെ ഇല്ലാതാക്കിയത് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സൗജന്യയുടെ ഈ മൃതദേഹം കടന്നതിന് ഒരു 50 മീറ്റർ അടുത്ത് ഒരു ചെറിയ ടെൻറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി. സന്തോഷ് റാവു അവിടെയാണ് ടെൻ്റ് അടിച്ച് താമസിച്ചിരുന്നത്, ആ കാട്ടിനുള്ളിൽ എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. പോലീസുകാരുടെ ഇങ്ങനത്തെയൊക്കെ അന്തം വിട്ട പരിപാടികൾ കാരണം നാട്ടുകാർക്ക് കോൺക്രീറ്റായിട്ട് ഉറപ്പായി അവിടുത്തെ പോലീസ് അടക്കം, ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഈ ദ ബിഗ് പവർഫുൾ ജെയിൻ ഫാമിലിയുടെ പപ്പറ്റ്സ് ആണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഈ ഒരു കേസ് സന്തോഷ് റാവുവിനെ ഫ്രെയിം ചെയ്യുന്നത് പൊളിയാനുള്ള മെയിൻ റീസൺസിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ മൂവ് ചെയ്യേണ്ടത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ്നസ്സുകളാണ്. ഇപ്പം ഏതൊരു കേസ് ഉണ്ടായാലും അപ്പം അതിൽ വിറ്റ്നസ് ഭയങ്കര ക്രൂഷ്യലാണല്ലേ. സൗജന്യ കേസിലും വിറ്റ്നസ്സുകളുണ്ടായിരുന്നു.
the powerful Jain family. And to some of my Kannada audience, ಸಮೀರ್ನ ಯಾವುದು ಹೆಸರುಗಳು ಅವನ ವಿಡಿಯೋದಲ್ಲಿ ಅವನು ಹೇಳಿದೆ ಅದೇ ನಾನು ಇಲ್ಲಿ ಕಾಪಿ ಮಾಡಿಬಿಟ್ಟು ನಿಮಗೆ ಹೇಳ್ತಾರೆ. ಓಕೆ, ಐ ಆಮ್ ನಾಟ್ ಗೋಯಿಂಗ್ ಟು ರಿವೀಲ್ ಎನಿ ರಿಯಲ್ ನೇಮ್ಸ್. ಫೈನ್. ಸೊ ಯಾವುದು ನೇಮ್ ಸಮೀರ್ ಅವನ ವಿಡಿಯೋದಲ್ಲಿ ಹೇಳಿಬಿಟ್ಟಿದೆ അതേ ನಾನು കോപ്പി ಮಾಡ್ತಾರೆ. ഓക്കെ, ബിക്കോസ് ഞാനിവിടെ ഇരുന്നുകൊണ്ട് പേരുകൾ എനിക്ക് അറിയാനായിട്ടല്ല. കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് വരുന്നുണ്ട്, മനസ്സിലായോ? ഗൗഡയല്ല, ഹെഗ്ഡെയാണ്, ഇന്ന ആളുകളാണ്, ഇന്ന ജെയിനാണ് അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പറയുന്നതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ് പേരുകളൊന്നും ഞാൻ പറയാതിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ച പല വിഷയങ്ങളിലും ഇപ്പോൾ എന്തുകൊണ്ടൊരു അപ്ഡേറ്റ് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇവിടെ ഞാൻ സൈഡിൽ വയ്ക്കാം. ഈ വിഷയത്തിൽ സംസാരിച്ച സമീറിന് ഇപ്പോൾ വന്നിട്ടുള്ള വിഷയമാണ് കർണാടക യൂട്യൂബർ ബുക്ക്ഡ് ഫോർ സ്പ്രെഡിങ് AI ജനറേറ്റഡ് വീഡിയോ ഓൺ ധർമ്മശാല മാസ് ബറിയൽ കേസ്. ഏത് വഴിക്കും ഈ വിഷയത്തിൽ സംസാരിക്കുന്ന യൂട്യൂബേഴ്സിനെ പൂട്ടാൻ ദിസ് പവർഫുൾ പീപ്പിൾ ആർ ദെയർ. ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ച വിഷയങ്ങളുള്ളവരും ചെറിയ ആളുകളൊന്നുമല്ല. ദേ ആർ വെരി മച്ച് പവർഫുൾ ഇനഫ് ടു വൈറ്റ് വാഷ് മീനെ എടുത്ത് കളയായിരിക്കും ലോകത്തുനിന്ന്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ. സോ ആ വിഷയങ്ങളിൽ ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റ് തരാത്തത് ഒന്നില്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ലോക്ക് എനിക്ക് വെച്ച് കാണും. വക്കീൽ നോട്ടീസ്, പോലീസ് കേസ്, പല വിഷയങ്ങളിൽ നമുക്കിത് പുറത്ത് പറയാൻ പറ്റില്ല. ചില വീഡിയോസ് റിമൂവ് ആവാനും കാരണം അതാണ്. ഫൈൻ. ഐ ഹോപ്പ് എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന് മനസ്സിലായി കാണും ഏതൊക്കെയാണ് ആ കേസ് എന്നുള്ളതും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്നതെന്നുള്ളതും. അപ്പോൾ ഈ വിഷയത്തിലാണെങ്കിലും ഇപ്പം ഞാൻ ധൈര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നാളുകളിൽ ഈ വീഡിയോ റിമൂവ് ആയാലോ ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നാലോ നിങ്ങൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇവരൊന്നും ചെറിയ ആളുകളല്ല. ഓക്കെ, നമുക്ക് യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് വിസിൽ ബ്ലോ അടിച്ച് തരാനേ പറ്റൂ. ഇങ്ങനൊരു വിഷയമുണ്ട്, നാഷണലി ഇത് ശ്രദ്ധിക്കണം. ഇത്രയും വലിയൊരു ഇൻസിഡൻ്റാണ്. ഇവിടുത്തെ ന്യൂസുകാർ, എസ്പെഷ്യലി കർണാടക ന്യൂസ് ചാനൽസ് മോശമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതൊന്നും തൊടുന്നേയില്ല. നിങ്ങളൊരു കെയറും ഇതിന് കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ന്യൂസ് 18 24 ഇത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പിന്നാലെ പിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, ഐ അപ്രിഷ്യേറ്റ്. 24 ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരുടെ ഒരു പ്രൈം ഹവർ തന്നെ മാറ്റി വെച്ചു. നോ ഏഷ്യാനെറ്റ്, നോ മാതൃഭൂമി, നോ കൈരളി, ആരുമില്ല. എന്ത് വൈ റിപ്പോർട്ടർ. ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് രാജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയും ഇല്ലാതാക്കിയ ഒരു പവർഫുൾ ഫാമിലി അവിടെ ഇരുന്നിട്ട് രാജ്യം മൊത്തം കൺട്രോൾ ചെയ്യുമോ? മാൻ, ഭയങ്കരം തന്നെ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലെ സമീറിനെ പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനേ പറ്റൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. വി കാൺ ഡു മച്ച്. ചെയ്യുന്നതേ ചെയ്യാൻ പറ്റൂ, അത്രേ ചെയ്യുന്നുള്ളൂ. സോ കമ്മിങ് ബാക്ക് ടു ദി കോണ്ടൻറ്റ് ടോപ്പിക്, ഈ വിഷയങ്ങളിലൊക്കെ വരുന്ന വിറ്റ്നസ്സുകളുണ്ട്. ഓക്കെ, ഈ വിറ്റ്നസ്സുകൾ എങ്ങനെയാണ് ഇവർ ഇല്ലാതാക്കുന്നത്? അത് ഒരു സൗജന്യ കേസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് സമീർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ಆ ವಿಡಿಯೋ ನಾನು ಆದಿ ഇവിടെ ಪ್ಲೇ ചെയ്യാം. 5 ಜನ ಕಿಡಿಗೇಡಿಗಳು ಯಾರು ಸಂತೋಷ್ ರಾವ್ನ ಪೊಲೀಸ್ ಅವರಿಗೆ ಅರೆಸ್ಟ್ ಮಾಡಿಕೊಟ್ರೋ ಅದರಲ್ಲಿ ಇವನು ಒಬ್ಬ. ಸೊ ಈ ಸೌಜನ್ಯನ ಕೇಸು ಯಾವಾಗ CBIಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಆಗುತ್ತೆ ಅಂತ ಗೊತ್ತಾಗುತ್ತೋ ಈ ರವಿ ಪೂಜಾರಿ ಉರ್ಲಾಕೊಂಡು ಸತ್ ಹೋಗ್ತಾನೆ. ರವಿ ಪೂಜಾರಿ ಹಾಕೊಂಡು ಸತ್ ಹೋದ ಅಂತಾರೆ, ಆದ್ರೆ ಅವ್ನು ಹಾಕೊಂಡೇ ಸತ್ ಹೋದ ಅಂತ ಯಾರು ಐ ವಿಟ್ನೆಸ್ ಇಲ್ಲ. ಹಾಗಾಗಿ ಇವನ ಒಂದು ಸಾವು ಒಂದು ನಿಗೂಢ ಸಾವಾಗಿ ಉಳ್ಕೊಂಡ್ಬಿಡ್ತು. ಇನ್ನೊಬ್ಳು ಬಂದು ವಾರಿಜಾ ಅಂತ. ಸೌಜನ್ಯನ ಮಾಡಿ ಆ ಕಿಡಿಗೇಡಿಗಳು ಅವಳನ್ನ ಒಂದು ಫಾರ್ಮ್ ಹೌಸ್ಗೆ ಕರ್ಕೊಂಡು ಹೋಗಿರ್ತಾರೆ. ಅಂಡ್ ಆ ಫಾರ್ಮ್ ಹೌಸ್ ಅಲ್ಲಿ ವಾರಿಜಾ ಅನ್ನೋಳು ಕೆಲಸ ಮಾಡ್ತಾ ಇರ್ತಾಳೆ. ಸೊ ಈ ವಾರಿಜಾ ಸೌಜನ್ಯ ಆ ಕಿಡಿಗೇಡಿಗಳ ಜೊತೆ ಇರೋದನ್ನ ನೋಡಿರ್ತಾಳೆ, ಆದ್ರೆ ಅವಳು ಗೊತ್ತಿಲ್ಲ ಅವ್ರು ಅವಳನ್ನ
ಕರ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ ಅಂತ. ನಂತರ ಒಂದೆರಡು ದಿನ ಆದ್ಮೇಲೆ ಯಾವಾಗ ಸೌಜನ್ಯ ಬಗ್ಗೆ ನ್ಯೂಸ್ ಅಲ್ಲೆಲ್ಲ ಬರ್ತಾ ಇತ್ತು ಅದನ್ನ ನೋಡಿ ಆಗ ಇವಳಿಗೆ ರಿಯಲೈಸ್ ಆಗುತ್ತೆ, ಓ ಇವಳೇ ಅಲ್ವಾ ಆ ಹುಡುಗಿ ಅವತ್ ನಮ್ ದಣಿ ಕರ್ಕೊಂಡ್ ಬಂದಿದ್ದು ಅಂತ. ಈಗ ವಾರಿಜ ತನಗ್ ಗೊತ್ತೋ ಗೊತ್ತಿಲ್ದೇನೋ ಸೌಜನ್ಯ ಕೇಸಲ್ಲಿ ಒಂದು ಮೇಜರ್ ಸಾಕ್ಷಿ ಆಗ್ಬಿಡಿದ್ಲು. ಸೊ ಯಾವಾಗ ಈ ಕೇಸ್ ನ CID ಟೀಮ್ ಅವರು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡೋದಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತಾರೋ ಆಗ ವಾರಿಜನ ಮೃತದೇಹ ಅದೇ ಒಂದು ಫಾರ್ಮ್ ಹೌಸ್ ನ ಬಾವಿಯಲ್ಲಿ ಸಿಗುತ್ತೆ. ಬಾವಿಲಿ ಇವಳೇ ಸ್ವತಃ ಜಿಗ್ದು ತನ್ನ ಪ್ರಾಣ ಬಿಟ್ಲು ಅಂತ ಹೇಳ್ತಾರೆ. ಆದ್ರೆ ಅವಳೇ ಬಾವಿಗೆ ಬಿದ್ದು ಅವಳು ಪ್ರಾಣ ಬಿಟ್ಲು ಅಥವಾ ಅವಳಿಗೆ ಯಾರಾದ್ರೂ ಬಾವಿಲಿ ಬೀಳ್ಸಿ ಸಾಯಿಸಿದ್ರು ಗೊತ್ತಿಲ್ಲ. ಅಂಡ್ ಇನ್ನೊಂದು ವಿಷಯ, ಯಾವ ಒಂದು ಬಾವಿ ಒಳಗಡೆ ವಾರಿಜನ ಬಾಡಿ ಸಿಕ್ಕಿತ್ತೋ ಆ ಬಾವಿನ ದಣಿಗಳು ಒಂದ್ ಸ್ವಲ್ಪ ದಿನ ಆದ್ಮೇಲೆ ಕಂಪ್ಲೀಟ್ ಮುಚ್ಚಾಕ್ಬಿಡ್ತಾರ. ಯಾಕೆ? ಇನ್ನೊಬ್ಬ ಬಂದು ಗೋಪಾಲ್ ಕೃಷ್ಣ, ಇವನು ಅಗೇನ್ 5 ಜನ ಕಿಡಿಗೇಡಿಗಳು ಸಂತೋಷ್ ರಾವ್ನ ಪೊಲೀಸ್ ಅವ್ರಿಗೆ ಹಿಡಿದುಕೊಟ್ರು ಅದ್ರಲ್ಲಿ ಒಬ್ಬ. ಅಂಡ್ ಸೌಜನ್ಯ ಕೇಸ್ ನ ಮೇನ್ ಪ್ರೈಮರಿ ಸಾಕ್ಷಿ ಇವನು ಕೂಡ ಸತ್ ಹೋಗಿದ್ದಾನೆ. ಅಂಡ್ ಇವನು ಸ್ಲೋ ಪಾಯ್ಸನ್ ಇಂದ ಸತ್ ಹೋದ ಅಂತ ಹೇಳಲಾಗುತ್ತೆ. ದೆನ್ ಇನ್ನೊಬ್ಬ ಬಂದು ಪ್ರಶಾಂತ್ ಅಂತ, ಸೌಜನ್ಯನ ಮಾಡಿ ಆ ಕಿಡಿಗೇಡಿಗಳು ಅವಳನ್ನ ಯಾವ ಜಾಗಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗಿದ್ರೋ ಇವನು ಆ ಜಾಗದಲ್ಲಿ ಕೆಲಸ ಮಾಡೋನು. ಇವನು ಪಾಪ ಸೌಜನ್ಯನ ಆ ಕಿಡಿಗೇಡಿಗಳಿಂದ ಬಿಡಿಸೋದಕ್ಕೆ ಟ್ರೈ ಮಾಡ್ತಾನೆ, ಆದ್ರೆ ಅದು ಸಾಧ್ಯ ಆಗಲ್ಲ. ನಂತರ ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಇವಂದು ಕೊಲೆ ಆಗುತ್ತಾ. ಯಾರೆಲ್ಲ ಯಾವುದೆಲ್ಲ ಈ ಕೇಸಲ್ಲಿ ಸಾಕ್ಷಿ ಆಗ್ಬೋದಿತ್ತೋ ಅದೆಲ್ಲ ನಾಶ ಆಗುತ್ತಾ. ಸೊ ಇದೆಲ್ಲ ನಿಜವಾಗ್ಲೂ ಕೋಇನ್ಸಿಡೆನ್ಸ್ ಅಥವಾ ಎಲ್ಲಾನು ಸ್ಕೆಚ್ ಹಾಕಿ ಮಾಡಿರೋದಾ? ഇവിടെ സമീർ എടുത്ത് പറഞ്ഞ പേരുകൾ സൗജന്യ കേസിലെ മെയിൻ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് രവി പൂജാരി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷ് റാവുവിനെ ബാഹുബലി സ്റ്റാച്യുവിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന 5 ആളുകളിൽ ഒരാളാണ് രവി പൂജാരി. 5 ആളുകൾ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവൻ തന്നെയാണ് സൗജന്യനെ തീർത്തതെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് രവി പൂജാരി. CBIക്ക് ഈ കേസ് പോലീസിൽ നിന്ന് മാറി കോടതി ഇത് CBIയിലേക്ക് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ പേടിച്ച് വീണ് മരിച്ചു എന്നാണ് രവി പൂജാരിൻ്റെ കാര്യത്തിൽ ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത്. ആൾ പോയി, ആൾ തീർന്നതാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഓക്കെ, രവി പൂജാരി സപ്പോസ് ടു ടെൽ അതേഴ്സ് എന്താണ് സൗജന്യക്ക് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ അതിനുള്ള വഴി ഉണ്ടായില്ല. അതിന് മുന്നേ രവി പൂജാരിനെ തീർത്തു. അടുത്തത് വാരിജ ഈസ് എ മെയിൻ വിറ്റ്നസ്. ഈ 5 പേര് ആരാണോ സന്തോഷ് റാവുവിനെ പിടിച്ച് പോലീസിന് കൊടുത്ത് അവരിലേക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സംശയം കൊണ്ടുവന്ന് നിൽക്കുന്നത് എന്നുള്ളത്. ആ 5 പേര് സൗജന്യയെ കൊണ്ടുപോയ സ്ഥലത്തെ ജോലിക്കാരിയാണ്. അവർ കണ്ടിട്ടുണ്ട്. അവർ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നാട്ടിലറിഞ്ഞ് എല്ലാവരും പ്രൊട്ടസ്റ്റും കാര്യമൊക്കെ തുടങ്ങി കേസും കൂട്ടമൊക്കെ ആയപ്പോഴാണ് സൗജന്യ ആയിരുന്നല്ലോ ആ കുട്ടിയെന്ന് മനസ്സിലാക്കിയ വാരിജയെ അവർ തീർത്തു. അടുത്തുള്ള ഒരു കിണറ്റിൽ വെള്ളം നിൽക്കുന്ന ഒരു കിണോ പൊട്ടക്കിണറോ എന്തൊരു സാധനത്ത് കൊണ്ടുപോയി ഇട്ടു. അവൾ സ്വയം കാല് തെറ്റി വീണ് മരിച്ചു എന്നാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം കെട്ടി നിന്ന കിണറോ പൊട്ടക്കുളോ അതൊരു മൂടി. വാരിജേനെ അവർ വൈപ്പ് ഔട്ട് ചെയ്തു. അടുത്തതാണ് ഗോപാലകൃഷ്ണ. അതും ഈ 5 പേരിൽ ഒരാളാണ്. ഓക്കെ, സൗജന്യയെ എടുത്തുകൊണ്ട് പോയി ഈ ക്രൂരകൃത്യം ചെയ്ത കൂട്ടത്തിലുള്ള ഒരാൾ. ഇയാളും പ്രൈമറി വിറ്റ്നസ്സാണ്. ഇയാൾ മരിച്ചത് സ്ലോ പോയ്സണിലാണ്. ഞാൻ ധർമ്മസ്ഥലയിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് ആളുകളെ വിളിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ചാടി കയറി പോകാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഞാനിപ്പോൾ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത ഒരാളായതുകൊണ്ടും അവിടെയുള്ള കുറേ ആളുകൾ എൻ്റെ വീഡിയോസ് കണ്ടതുകൊണ്ടും എനിക്ക് ഉറപ്പാണ് ഞാൻ അവിടെ പോകുന്നതിൽ എനിക്ക് കുറേ സേഫ്റ്റി ഇഷ്യൂസ് വരും. സ്ലോ പോയ്സൺ, ഈ ഗോപാൽ കൃഷ്ണയുടെ കേസ് സ്ലോ പോയ്സൺ കൊടുത്താണ് ഗോപാൽ കൃഷ്ണ. അതായത് എങ്ങനെയാണോ ഈ വിഷയത്തിലെ ആദ്യം മരിച്ച രവി പൂജാരി, അതേപോലെ തന്നെയാണ് ഗോപാൽ കൃഷ്ണയും ഒരു മെയിൻ വിറ്റ്നസ്സാണ്. ഓക്കെ, കാരണം ഈ 5 പേരിൽ ഒരാളാണ്. അപ്പോൾ ഈ ഗോപാൽ കൃഷ്ണ സ്ലോ പോയ്സൺ അടിച്ച് മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ കേട്ട ഒരു കാര്യം, അതായത് സായി നീ ധർമ്മസ്ഥലയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് പച്ചവെള്ളം കുടിക്കരുത് എന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞു. പച്ചവെള്ളം കുടിക്കരുത്. കാരണം ഒരുതരം ഓന്തുണ്ട് ഇത്ര അവിടെ. ആ ഓന്ത് വെള്ളത്തിൽ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം വിഷമോ, അത് ഒറ്റയടിക്ക് ആൾ തീരുമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെള്ളം കുടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ എന്തെങ്കിലും സീൻ പറ്റാം, കൊളാപ്സ് ആവാം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പച്ചവെള്ളം കുടിക്കാനും പാടില്ല ധർമ്മസ്ഥലയിൽ പോയാൽ. നിനക്ക് നിൻ്റെ കയ്യിൽ ബിസ്ക്കറ്റോ പാക്കറ്റോ വെള്ളമോ കയ്യിൽ കരുതിയിട്ട് വേണം പോകാൻ എന്ന് എന്നോട് ഞാൻ ധർമ്മസ്ഥലയിലേക്ക് പോകാൻ വേണ്ടി ആലോചിച്ച സമയത്ത് സംസാരിച്ച വ്യക്തികളിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ അത് കണക്റ്റായി. അടുത്തത് പ്രശാന്ത്. ഈ പ്രശാന്തും ഈ സൗജന്യയെ ഇവർ കൊണ്ടുവന്ന ഈ ലൊക്കേഷനിൽ വർക്ക് ചെയ്തിരുന്ന പയ്യനാണ്. രക്ഷിക്കാൻ വേണ്ടി നോക്കി സൗജന്യനെ, അവനും തീർന്നു. അങ്ങനെ ഇതിലെ മെയിൻ പ്രൈമറി വിറ്റ്നസ്സുകളെയൊക്കെ തീർത്ത് കളയാൻ കപ്പാസിറ്റി ഉള്ള ഒരു പവർഫുൾ ഫാമിലിയാണ് ധർമ്മസ്ഥലയിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാരൊക്കെ വെറും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്ക് മാമാപ്പണി എടുക്കുന്ന പരിപാടിയാണ് അവിടെ. അവർ എച്ചിൽ നക്കി ജീവിക്കുകയാണ് ഇവരുടെ മെയിൻ പണി. ഇനി ഇത് മാത്രമല്ല, ഈ വിറ്റ്നസ്സുകളല്ലാതെ അടുത്ത 2 വിറ്റ്നസ്സുകളോടിയുണ്ട് ഈ വിഷയത്തിൽ. അതിലൊന്ന് ദിനേശ് ഗൗഡ. ഓക്കെ, ഈ ദിനേശ് ഗൗഡ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ഒരു വണ്ടി ഇടിച്ച് മരിക്കുകയുണ്ടായി. അതായത് ഈ 5 പേര് ചേർന്ന് സൗജന്യയെ കൊണ്ടുപോകുന്നത് ഈ ദിനേശ് ഗൗഡ കണ്ടിട്ടുണ്ട്. അത് പോലീസിനോട് പോയി പറഞ്ഞ് അടുത്തൊരു ദിവസം ബൈക്കിൽ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്തിരുന്ന ദിനേശ് ഗൗഡയുടെ നേരെ ഒരു ബൊലാറോ കാർ എവിടുന്നാന്നില്ലാതെ ഓടി വന്ന് ഇടിച്ച് ആളെ തീർത്തു. ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ആ ബൊലാറോ ആരതാണെന്നുള്ളതും ബിലോങ്സ് ടു ഹൂം, അത് ഓടിച്ചത് ആരാന്നുള്ളതും. പക്ഷെ നാട്ടുകാർക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അടുത്തത് ഹരീഷ് മടിവാൾ എന്ന് പറഞ്ഞൊരു വേറൊരു വ്യക്തി. പോലീസ് റെക്കോർഡ്സിൽ ഹരീഷ് മടിവാൾ ഈ സന്തോഷ് റാവു സൗജന്യയുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അയാളെ പോലീസ് റെക്കോർഡ്സിലുള്ളത്. അയാൾ മൊഴി കൊടുത്തു. പക്ഷെ CBIയുടെ അടുത്ത് ചെന്ന സമയത്ത് ഹരീഷ് മടിവാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടേ ഇല്ല, എനിക്കിതെന്താണെന്ന് പോലും അറിയില്ല. CBIയുടെ അടുത്ത് ഹരീഷ് മടിവാൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തതിന് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇയാളും ഒരു ആക്സിഡൻറ്റിൽ തീർത്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ പവർഫുൾ ടീമുകൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ ഒരു വിറ്റ്നസ് ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ തീർത്ത് കളയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചോ, 1000-നും മുകളിൽ ആളുകളെ തീർത്ത് ഈ വർഷങ്ങളിലൊക്കെ പോലീസിന് പുല്ല് വില കൊടുത്ത് കാശ് കൊണ്ട് അവരുടെ സൈഡിലേക്ക് എടുത്ത ഈ പവർഫുൾ ടീംസ് ഈ വിഷയത്തിൽ എന്താ സംഭവിക്കുക? ഇപ്പം വന്ന ശുചീകരണ തൊഴിലാളി, നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്, അയാളെ കംപ്ലീറ്റ് പോലീസ് പ്രൊട്ടക്ഷൻ വിത്ത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, കോടതിയിൽ കൊണ്ടുപോകുന്നു, ഹാജരാക്കുന്നതൊക്കെ. ഓക്കെ, ഇയാൾ എത്ര ദിവസം ഇങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും? നമ്മളാരും ശബ്ദം ഉയർത്തിയില്ല, നമ്മളാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല, ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐ ആം ബ്ലഡി മേക്ക് ഷുവർ യു, ഉറപ്പാണ് എനിക്ക് ഇയാളെ തീർത്തിരിക്കും അവർ. ഉറപ്പല്ലേ? ഇത് ഒന്നൊന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ. കാരണം മീഡിയനകത്ത് ഈ കേസുകളൊക്കെ നിൽക്കുന്നത് വളരെ കുറച്ച് ടൈമായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ 1-2 ചാനലും, കന്നഡയിലൊന്നും ഒരു ചാനലും ഇത് തൊട്ടിട്ടില്ല. നാഷണൽ വൈഡ് ലൈക്ക് കുറേ ചാനലുകളുണ്ടല്ലോ അവിടെ. നാഷണൽ വൈഡ് ഒരുപാട് ചാനലുകളുണ്ട്, വമ്പൻ ടീമുകൾ. അവരാരും ഇതിനകത്തൊന്നും സംസാരിച്ച് കാണുന്നില്ല. പലരും ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഇതൊരു ക്ലാഷ് ആവും, വർഗീയ കലാപം രീതിയിലേക്ക് സാധനങ്ങൾ പോകാൻ പേടിച്ചിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയാൻ പാടില്ല എന്താണെങ്കിലും ഈ ശുചീകരണ തൊഴിലാളിയുടെ ഇപ്പോഴത്തെ കടന്നു വരവാണ് സൗജന്യ കേസ് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റിന് വലിയൊരു മൈലേജും ബൂസ്റ്റും ചെയ്തത്. സാക്ഷി വേണ്ട, എല്ലാ സാക്ഷികളും തട്ടിക്കളയുന്ന സമയത്ത് സ്വന്തം കൈകൊണ്ട് ഇവരുടെ ഈ ക്രൂരത ഫുള്ള് മറച്ചു വെക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്ന അതേ ശുചീകരണ തൊഴിലാളി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു വിറ്റ്നസ് ഇല്ല. അയാൾ അതിന് വേണ്ടിയിട്ട് അയാൾ കുഴിച്ചിട്ട സ്ഥലത്ത് പോയിട്ട് 1-2 തലയോട്ടികളും എല്ലും കഷ്ണവുമായിട്ട് വന്നിട്ട് പ്രൂഫും കൊടുത്തു. അപ്പം ഇനി എന്താ? ഇനി നടക്കാൻ പോണത് ഇയാളെ തീർക്കുക എന്നുള്ള പരിപാടിയാണ്. പക്ഷെ അതിന് മുമ്പ് ഈ ശുചീകരണ തൊഴിലാളി ആരാണെന്ന്, അയാൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതും ഒക്കെ സമീറിൻ്റെ വീഡിയോ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. കണ്ടിരുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഈ ടോപ്പിക് ഇഷ്ടമുള്ളവർ കണ്ടോ. അപ്പോൾ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമീർ ഉപയോഗിച്ച പേരുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനായിട്ട് പുതിയ പേരുകളൊന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും ഇവരുടെ ഒറിജിനൽ പേരുകളും അല്ല. 1995
മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ ഭീമ എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിക്ക് സമീർ കൊടുത്ത പേര്. അപ്പോൾ ഭീമ ഈ ഡിസ്ട്രിക്റ്റിലായിരുന്നു. ആ ഡിസ്ട്രിക്റ്റിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു അറിയാലോ, ഒരു 10, 16, 18 വയസ്സൊക്കെ ഉള്ളൊരു പയ്യൻ ചാടി ഓടി കളിച്ച് വീട്ടിലും നാട്ടിലൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നൊരു പ്രായം. ഈ ഭീമയുടെ ഏട്ടൻ ഈ ശ്രീ മഞ്ജുനാഥ സ്വാമി ടെമ്പിളിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ തിരിച്ച് ഒരു വെക്കേഷൻ ടൈമിൽ ഭീമയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഏട്ടൻ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ 1995 ഈ ശുചീകരണ തൊഴിലാളിയായ ഭീമയെ കൂട്ടിയിട്ട് ഏട്ടൻ തിരിച്ച് ധർമ്മസ്ഥലയിലേക്ക് ചെല്ലുക. ശ്രീ മഞ്ജുനാഥ സ്വാമി ടെമ്പിളിൻ്റെ കീഴിലുള്ള അവിടുത്തെ നേത്രാവതി തീർത്ഥ സ്നാനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നേത്രാവതി പുഴയുടെ സൈഡിൽ ഡിവോട്ടീസ് തീർത്ഥ സ്നാനം ചെയ്യും. ഈ തീർത്ഥ സ്നാനം ചെയ്യുന്ന സ്ഥലത്ത് ക്ലീനപ്പ് പരിപാടികൾ, ശുചീകരണ പരിപാടികളൊക്കെയാണ് ഈ ചെക്കൻ ആദ്യം പോയപ്പോൾ കിട്ടിയ ജോലി, ഈ ഭീമയ്ക്ക്. അതായത് ഇപ്പോൾ വന്നിട്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി 1995 ധർമ്മസ്ഥലയിൽ ഏട്ടൻ്റെ കൂടെ ജോലിക്ക് പോയ സമയത്ത് നേത്രാവതി പുഴക്കരയിൽ ക്ലീനിങ് പരിപാടികളാണ് ആദ്യം കിട്ടിയത്. 25 രൂപയുടെ ശമ്പളമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ മുകളിലായിട്ടാണ് ഇയാൾക്ക് അവിടെ വന്ന് കിടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. 1-2 വർഷം അവിടെ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ജോലികളൊക്കെ ആയിട്ട് നിന്ന ഈ പറഞ്ഞ ഭീമയ്ക്ക് 2 വർഷത്തിന് ശേഷം ഈ ഇൻഫർമേഷൻ സെൻറ്ററിലെ ഇയാളുടെ സൂപ്പർവൈസറായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഒരു അസൈൻമെൻറ്റ് കിട്ടുക. ഇടയ്ക്കിടയ്ക്ക് ഭീമ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിലൊക്കെ അതിനിടയിലും, അതായത് ഈ 1-2 വർഷത്തിൻ്റെ ജോലിയുടെ ഇടയിലും അവിടെ ഇങ്ങനെ മൃതദേഹങ്ങൾ വന്ന് ഈ പുഴക്കരയിൽ അടിയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്നും പുഴയിൽ നിന്ന് ഒഴുകി വന്ന് അടിയുന്നതല്ല, അതൊക്കെ പുഴക്കരയിൽ ആരോ കൊണ്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ടാണ് 2-3 പ്രാവശ്യം ഇങ്ങനത്തെ ബോഡീസ് കണ്ടപ്പോൾ ഭീമയ്ക്ക് മനസ്സിലായത്. പിന്നെ ഭീമയ്ക്ക് തോന്നിയൊരു സംശയം, ഈ ബോഡി എപ്പോഴൊക്കെ പുഴക്കരയിൽ കാണുന്നു ആ സമയത്തൊക്കെ അവിടെ ഒരു കറുത്ത കളർ SUV വണ്ടി വന്ന് നിൽക്കാറുണ്ട്. ഈ വണ്ടി വന്ന് നിന്ന് ദ വെരി നെക്സ്റ്റ് ഡേ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ശവശരീരം കിട്ടും. ഇതൊക്കെ ഭീമയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. 1-2 വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഭീമയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലുണ്ട്. ഭീമ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളൂ. കാരണം ശുചീകരണ തൊഴിലാളിയാണ്, എന്തിനാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം? അയാളുടെ പുഴക്കരയിൽ ഇതേപോലെ ഒരു മൃതദേഹം കാണും, വണ്ടി വരും, മൃതദേഹം കാണും, പിന്നെ ആ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഭീമയ്ക്ക് അറിയില്ല. അതങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ 1-2 വർഷം പോയി. പിന്നെയാണ് ഈ 2 വർഷത്തിന് ശേഷം സൂപ്പർവൈസർ ഭീമയോട് വിളിച്ചിട്ട് പറയുന്നത്, ഇതേപോലെ ഒരു മൃതദേഹം നേത്രാവതി പുഴയുടെ കരയിലുണ്ട്. ആ മൃതദേഹം നിങ്ങൾ എന്ത് ചെയ്യണം, പോയി എടുത്തിട്ട് മറവ് ചെയ്യണം. അത് ഇവിടെയല്ല, ദൂരെ കാട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം. ഭീമയെ ഇയാളെ ഏൽപ്പിക്കുന്നു. ഭീമ ഇയാളുടെ വാക്ക് കേട്ട്, കാരണം അവിടുത്തെ ജോലിക്കാരനാണ്, അപ്പം എന്താണെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ആ ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. 1 ബോഡിയല്ല 2 ബോഡിയല്ല, അത് 100 100 ഇരട്ടിച്ചു. അങ്ങനെ ഭീമയ്ക്ക് തന്നെ ഒരു കണ്ണും കയ്യും ഇല്ലാതെ ഒരു ദിവസം തന്നെ 3-4 ബോഡി വരെ പോകും. അത് കൊണ്ടുപോയിട്ട് ഇതേപോലെ കുഴിച്ചിടുന്ന സമയത്ത് ഭീമയോട് പറയാറ്, ബോഡിയുടെ ഒപ്പം ഈ വല്ല ബാഗോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്ഥലത്തും ബോഡി ഒരു സ്ഥലത്തും മാറ്റി കുഴിച്ചിടണം. ഇതിൽ ഒരു 15, 12, 13 വയസ്സുള്ള കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അതിൽ തന്നെ മുതിർന്ന സ്ത്രീകളുണ്ട്, ഭിക്ഷക്കാർ. ഈ ശ്രീ മഞ്ജുനാഥ സ്വാമി ടെമ്പിളിന് മുന്നിലുള്ള ഭിക്ഷക്കാരുണ്ട്. ഈ ഭിക്ഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഭിക്ഷക്കാരെ കാണാൻ പാടില്ല. ഈ ടെമ്പിൾ ട്രസ്റ്റിന് ഭിക്ഷക്കാരെ അവർക്ക് കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ ഭിക്ഷക്കാർ ആദ്യം എന്ത് ചെയ്യും, ഇവർ കൊണ്ടുപോയി നല്ല തല്ലി ഇട്ടിച്ച് പഞ്ചറാക്കിയിട്ട് ആ നാട്ടിൽ നിന്ന് നാട് കടത്തും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ ഭിക്ഷക്കാർ തിരിച്ചു വന്നാൽ അവരെയും തട്ടിയിട്ട് എന്ത് ചെയ്യും, ഭീമേനോട് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാൻ പറയും മൃതദേഹം. അപ്പം അങ്ങനെ ആയി ഈ പറഞ്ഞ എന്താ പറയുക, ബോഡികൾ മറവ് ചെയ്ത് ഭീമയ്ക്ക് അവസാനം ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഇത് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ വരെ എത്തിച്ചു. അതായത് വർഷങ്ങളോളം ഇത് റിപ്പീറ്റ് ചെയ്യാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ എണ്ണം കൂടുകയാണ്. ഭീമയ്ക്ക് റിഗ്രറ്റ് വരാൻ തുടങ്ങി. ആരൊക്കെ മക്കളാണ്, ആരൊക്കെയാണ് ഇതൊക്കെ, ഇവരുടെ വീട്ടുകാർ ഇത് അറിയുന്നുണ്ടോ എന്നൊക്കെ.
ഒരു ദിവസം അമ്പലത്തിൽ പൂജയ്ക്കായിട്ട് വന്ന ഒരു സ്ത്രീയെ ഭീമൻ നോട്ട് ചെയ്തിരുന്നു. ബിക്കോസ് അവരുടെ സാരിയുടെ കളർ നോക്കിയിട്ട്. കാരണം അത് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആയിട്ടുള്ള ഒരു സാരിയായിരുന്നു. ആ സ്ത്രീയെ നേത്രാവതി പുഴക്കരയിൽ ശവമായിട്ട് കണ്ട സമയത്ത് ഭീമയ്ക്ക് മനസ്സിലായി ആ നാട്ടിലെ ആളുകളെ മാത്രമല്ല, പുറത്തുനിന്ന് ആ നാട്ടിലേക്ക് അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾ വരെ ഇതേപോലെ ഉപദ്രവിച്ച് കൊന്ന് തള്ളാറുണ്ട് എന്നുള്ളത്. പിന്നെ നേത്രാവതി പുഴയുടെ തീരത്തുനിന്ന് മാറിയിട്ട് അവിടെ അടുത്തുള്ള ലോഡ്ജുകൾ, സൈഡിൽ ഞാൻ സമീറിൻ്റെ വീഡിയോയിൽ ലോഡ്ജുകളെ പേര് കൊടുത്തിട്ടുണ്ട്. ലോഡ്ജുകളിൽ നിന്നും മൃതദേഹങ്ങൾ എടുത്തു കൊണ്ടുപോയി കുഴിച്ചിടാൻ ഈ പറഞ്ഞ ഭീമയോട് ടെമ്പിൾ ഇൻഫർമേഷൻ സെൻറ്ററിലെ ഓഫീസേഴ്സ് പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഗിൽട്ട് ഫീൽ വന്നു തുടങ്ങി ഭീമയ്ക്ക്. ഭീമ മെല്ലെ ഇതിൽ നിന്ന് മാറണമല്ലോ, മാറിപ്പോണം. ഈ ഒരു വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല ഭീമയ്ക്ക്. ഭീമയുടെ മനസ്സ് മാറി തുടങ്ങി. ഭീമയുടെ വീട്ടുകാരെയൊക്കെ ആദ്യം അവിടെ നിന്ന് മാറ്റി. ഓക്കെ, അതിനുശേഷം ഭീമ ഒരു വട്ടം നാട്ടിലേക്ക് പോയി. ഭീമ നാട്ടിലേക്ക് പോവാണ്. ഭീമ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഭീമയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് സൗജന്യയുടെ ബോഡി മറവ് ചെയ്യിക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ഇവർ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ കുറേ വീഡിയോ, ആദ്യത്തെ എൻ്റെ വീഡിയോയും പിന്നെ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കുറച്ച് പേരുകളിലേക്കും ഇതിലൊരു കണക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ കണക്ഷൻ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യ സമീറിൻ്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ಅದೇನಂತಂದ್ರೆ ನಾರಾಯಣ ಅವರು ಪಾಪ ಶ್ರೀ ಮಂಜುನಾಥ ಸ್ವಾಮಿ ದೇವಸ್ಥಾನದ ಎದುರುಗಡೆ ಇರುವಂತಹ ಅಶ್ವತ್ಥ ಕಟ್ಟೆಗೆ ಡೈಲಿ ನಮಸ್ಕಾರ ಹಾಕ್ಲಿಕ್ಕೆ ಅಂತ ಬರೋರಂತೆ. ಅಂಡ್ ಅವ್ರು ಆತರ ಬಂದಾಗ ಈ ಟೆಂಪಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅವರು ಭೀಮಾ ಅಂತಹ ಕೆಲ್ಸದವ್ರನ್ನ ಕರೆಸ್ಬಿಟ್ಟು ಅವ್ರ ಕೈಯಲ್ಲಿ ನಾರಾಯಣನ ಚೆನ್ನಾಗಿ ಹೊಡ್ಸವ್ರಂತೆ. ಅಂಡ್ ಇನ್ನು ನಾರಾಯಣ ಅವ್ರ ತಂಗಿ ಯಮುನಾ ಏನಿದ್ರು ಅವ್ರ ಮೇಲೆ ಗಾರ್ಡನ್ ಸೂಪರ್ವೈಸರ್ ರಾಜೇಂದ್ರ ರಾಯ್ ತುಂಬಾ ಕೆಟ್ಟ ದೃಷ್ಟಿ ಇಟ್ಟಿರ್ತಾನಂತೆ. ಪಾಪ ಅಯ್ಯಮ್ಮ ಹೋಗ್ಬೇಕಾದ್ರೆ ಬರ್ಬೇಕಾದ್ರೆ ಅವಳನ್ನ ಚುಡಾಯಿಸೋದು, ಬರ್ತೀಯಾ ಅಂತ ಕೇಳೋದು, ಹಿಂಗೆಲ್ಲ ಕೆಟ್ಟದಾಗಿ ಬಿಹೇವ್ ಮಾಡ್ತಿದ್ದಂತೆ. ಅಂಡ್ ಇದನ್ನೆಲ್ಲ ತನ್ನ ಕಣ್ಣಾರೆ ಕಂಡಿದ್ದಾನೆ. 21 ಸೆಪ್ಟೆಂಬರ್ 2012 ಅವತ್ತಿನ ದಿನ ಆನೆ ಮಾವುತ ನಾರಾಯಣ ಅವ್ರ ಮನೆಗ್ ನುಗ್ಗಿ ನಾರಾಯಣ ಅವ್ರನ್ನ ಸಾಯಿಸಿ ಅವ್ರ ತಂಗಿ ಯಮುನನ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್ ಮಾಡಿದ್ದು ಇದೇ ರಾಜೇಂದ್ರ ರೈ ಅಂತ. ಅಂಡ್ ಇವನ್ನ ಅಲ್ಲಿ ಕಳಿಸಿದ್ದು ಚಿಕ್ಕ ದಣಿಗಳು ಹರ್ಷೇಂದ್ರ ಕುಮಾರ್. ಆನೆ ಮಾವುತನ ಸಾಯಿಸಿ ಆ ಜಾಗದ ಆಸ್ತಿ ಪತ್ರಗಳನ್ನ ಎತ್ಕೊಂಡ್ ಬಾ ಅಂತ ಈ ರಾಜೇಂದ್ರ ರೈನ ಅಂಡ್ ಅವ್ನ ಇಡೀ ಗ್ಯಾಂಗ್ ನ ಈ ಹರ್ಷೇಂದ್ರ ಕುಮಾರ್ ಕಳಿಸಿದ್ದ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഞാൻ പൂജാരി എന്നാ പറഞ്ഞത്. ഐ എം വെരി സോറി, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കന്നഡ നൻഗു കന്നഡ സ്വൽപ്പനെ ಗೊತ್ತಾಯಿತು. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൂജാരി എന്ന് പറഞ്ഞ വ്യക്തി നാരായണ, അത് പൂജാരിയല്ല, ആനപ്പാപ്പൻ, മഞ്ജുനാഥ സ്വാമി ടെമ്പിളിലെ ആനപ്പാപ്പൻ, ആ ഫാമിലിയുടെ ഇതിൻ്റെ ആനപ്പാപ്പൻ, ഈ വ്യക്തിയെ അയാളുടെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി തീർത്ത് കളഞ്ഞാണ്. ഈ ഭീമ ശുചീകരണ തൊഴിലാളി ഒരു കണക്ഷൻ ഉണ്ട് ഇയാളായിട്ട്. ഇയാൾ ഈ അമ്പലത്തിനടുത്തുള്ള വേറൊരു ചെറിയ ഈ കോവിൽ പോലത്തെ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് തൊഴാൻ പോകുന്ന സമയത്ത് ഇയാളെ ഉപദ്രവിക്കണം എങ്ങനെ? ആദ്യം വെള്ളം കട്ട് ചെയ്തു, പിന്നെ വൈദ്യുതി കട്ട് ചെയ്തു, വേസ്റ്റൊക്കെ അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെയൊന്നും ആയിട്ടും നാരായണൻ വീട് വിട്ടു പോകാനോ സ്ഥലം വിട്ടു പോകാനോ ആ സ്ഥലം ഇവർക്ക് തിരിച്ചു കൊടുക്കാനോ റെഡി ആയിരുന്നില്ല. ഭീമേനെ വിട്ട് ഈ നാരായണനെ ഇവർ തല്ലിച്ചിട്ടുണ്ട്. ആൻഡ് ഈ അമ്പലത്തിലെ ഗാർഡൻ ഓഫീസറായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇവരുടെ വീട്ടിൽ കയറി ഇവരെ തീർത്ത് കളഞ്ഞതും നാരായണൻ്റെ സിസ്റ്ററെ വലിച്ചു കയറിയതും. ഓക്കെ, അപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് ഈ നാരായണൻ്റെ കേസ് കൃത്യമായിട്ട് അറിയാം. ആനപ്പാപ്പാനെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി തീർത്ത കേസ് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി ശുചീകരണ തൊഴിലാളി സൗജന്യ കേസുമായിട്ടുള്ള കണക്ഷൻ. 9 ಅಕ್ಟೋಬರ್ 2012 ಭೀಮಾ ಊರಿಗೆ ಹೋಗಿರ್ತಾನೆ. ಅಂಡ್ ಮಧ್ಯರಾತ್ರಿ 11-12 ಗಂಟೆ ಹಾಗೆ ಭೀಮನ ಮ್ಯಾನೇಜರ್ ಆದಂತಹ ಬಾಲಕೃಷ್ಣ ಅವ್ರ ಕಡೆಯಿಂದ ಕಾಲ್ ಬರುತ್ತೆ. ಅಂಡ್ ಅವರು ಕಾಲ್ ಮಾಡಿ ಎಲ್ಲಿದ್ಯಾ ಬೇಗ ಬಾ, ಇಲ್ಲಿ ಒಂದು ಹುಡುಗಿಯ ಹೆಣ ಬಿದ್ದಿದೆ, ಇದನ್ನ ಬೇಗ ಮಣ್ಣು ಮಾಡಬೇಕು ಅಂತ ಕರೀತಾರೆ. ಆದ್ರೆ ಭೀಮಾ ಇಲ್ಲ ಸಾಹೇಬ್ರೆ ನಾನು ಊರಿಗೆ ಬಂದಿದ್ದೀನಿ ಬರೋಕ್ಕಾಗಲ್ಲ ಅಂತ ಹೇಳಿದಾಗ, ಹಾ
ನೀನು ಊರಿಗೆ ಹೋಗಿದ್ಯಾ, ಹೇಳ್ದೆ ಕೇಳ್ದೆ ಯಾವಾಗ ಊರಿಗೆ ಹೋದೆ ನೀನು, ನಿಮ್ಗೆಲ್ಲ ಹೇಳೋರು ಕೇಳೋರು ಯಾರು ಇಲ್ವಾ ಅಂತ ಬೈಕೊಂಡು ಕಾಲ್ ಕಟ್ ಮಾಡ್ತಾರೆ. ನೆಕ್ಸ್ಟ್ ದಿನ ಅಂದ್ರೆ 10 ಅಕ್ಟೋಬರ್ 2012 ಭೀಮಾ ಊರಿಂದ ಧರ್ಮಸ್ಥಳಕ್ಕೆ ವಾಪಸ್ ಬರ್ತಾನೆ. ಅಂಡ್ ಬಂದಾದ್ಮೇಲೆ ಅವನಿಗೆ ಗೊತ್ತಾಗುತ್ತೆ ಹಿಂದಿನ ದಿನ ಮಧ್ಯರಾತ್ರಿ ತನ್ನ ಮ್ಯಾನೇಜರ್ ಬಾಲಕೃಷ್ಣ ಕಾಲ್ ಮಾಡಿ ಯಾವ ಒಂದು ಹುಡುಗಿಯ ಹೆಣನ ಹೂತಾಕ್ಬೇಕು ಅಂತ ಹೇಳಿದ್ನೋ ಆ ಹೆಣ ಬೇರೆ ಯಾರ್ದು ಅಲ್ಲ, ಸೌಜನ್ಯದಿರುತ್ತೆ. ಮೇ ಬಿ ಹಿಂದಿನ ದಿನ ಏನಾದ್ರೂ ಭೀಮಾ ಧರ್ಮಸ್ಥಳದಲ್ಲೇ ಇದ್ದಿದ್ರೆ ಸೌಜನ್ಯನ ಬಾಡಿನೇ ಸಿಗ್ತಾ ಇರಲಿಲ್ಲ ಅನ್ಸುತ್ತೆ. ಯಪ್ಪಾ, ನನಗೆ ಒಂದು ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ. ಊರಲ್ಲಿ ಎಲ್ಲಾದ್ರೂ ಒಂದು ಅಪರಿಚಿತ ಹೆಣ ಬಿದ್ರೆ ಅದಕ್ಕೂ ಟೆಂಪಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅವ್ರಿಗೂ ಏನ್ ಸಂಬಂಧ? ಯಾರಿಗೂ ಇಲ್ದೇ ಇರುವಂತಹ ಚಿಂತೆ ಇವ್ರುಗಳಿಗೆ ಯಾಕೆ ಅಂತ. ಒಂದು ಅಪರಿಚಿತ ಹೆಣ ಅಂದ್ಮೇಲೆ ಅದು ಪೊಲೀಸ್ ಅವ್ರ ಜವಾಬ್ದಾರಿ, ಮುಂದೆ ಏನ್ ಮಾಡ್ಬೇಕು ಅನ್ನೋದು ಅವ್ರಗಳ ತಲೆನೋವು. ಸೊ ಎಲ್ಲೋ ಸಂಬಂಧನೇ ಇಲ್ಲದೆ ಬಿದ್ದಿರುವಂತಹ ಹೆಣಗಳಿಗೂ ದಣಿಗಳಿಗೂ ಟೆಂಪಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅವ್ರಿಗೂ ಏನ್ ಸಂಬಂಧ? ಈ ಪ್ರಶ್ನೆನ ನೀವು ನನಗ್ ಕೇಳೋದಲ್ಲ, ಆ ನಕಲಿ ಧರ್ಮಾಧಿಕಾರಿ ಇದಾನಲ್ವಾ ಅವನ್ಗೆ ಹೋಗ್ಬಿಟ್ಟು ಕೇಳಿ. ಯಾಕಪ್ಪ ಎಲ್ಲಿ ಅಪರಿಚಿತ ಹೆಣ ಸಿಕ್ರು ಯಾಕೆ ನಿಮ್ಮವ್ರು ಹೋಗ್ಬಿಟ್ಟು ಅದನ್ನ ಅಕ್ರಮವಾಗಿ ಹೂತಾಗಿ ಬರೋರು? ಯಾಕೆ ಈ ಕೆಲಸನ ಮಾಡೋರು? ഈ പ്രശ്നന ನೀವು ಹೋಗ್ಬಿಟ್ಟು ആ ധർമാധികാരിಗೆ ആ ടെമ്പിൾ മാനേജ്മെന്റ് അവർക്ക് കേಳಿ. ഭീമ എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളി ഒരു വർഷം ആരോടും പറയാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയ സമയത്താണ് സൗജന്യയുടെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ഈ ടെമ്പിൾ ഇൻഫർമേഷൻ സെന്ററിൽ ഈ സ്ഥിരമായിട്ട് ഭീമയെ വിളിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ, ബോഡി കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാൻ പറയുന്ന വ്യക്തി ആ ദിവസം വിളിച്ചിരുന്നു, സൗജന്യയെ തീർത്ത ദിവസം. ഭീമ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മാത്രം സൗജന്യയുടെ ബോഡി എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ അവരവിടെ ഉപേക്ഷിച്ചു. അത് നാട്ടുകാർ കണ്ടെത്തി. ഇല്ലെങ്കിൽ സൗജന്യ കേസു ഒരു വഴിയില്ലാതെ തീർന്ന് പൊടി പോലും കണ്ടുപിടിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ്, അടുത്തൊരു കണക്ഷൻ, രവി പൂജാരി. ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ബാഹുബലി സ്റ്റാച്യുവിൻ്റെ അവിടെ നിന്ന് സന്തോഷ് റാവുവിനെ പിടിച്ചുകൊണ്ട് വന്ന ആ 5 പേരിൽ ഒരാളുണ്ടായിരുന്നു. ആ ഒരാൾ പിന്നെ CBIക്ക് കേസ് വിട്ടത് അറിഞ്ഞ് പേടിച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ നിന്നപ്പോൾ അയാളെ തട്ടിക്കളഞ്ഞു, അയാൾ മരിച്ചു എന്നുള്ള സംഗതി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ. അതിലേക്ക് എങ്ങനെയാണ് ഭീമയുടെ കണക്ഷൻ വരുന്നത്? ರವಿ ಪೂಜಾರಿ ಬಗ್ಗೆ ಲಾಸ್ಟ್ ವಿಡಿಯೋದಲ್ಲಿ ಹೇಳಿದ್ದೆ. ಸೊ ಸತ್ತಿರುವಂತಹ ಆ ರವಿ ಪೂಜಾರಿನ ಬೆಸ್ಟ್ ಫ್ರೆಂಡೇ ಈ ಭೀಮಾ. ಸೌಜನ್ಯ ಕೇಸು ಹೊರಗೆ ಬಂದ್ಮೇಲೆ ಆ ರವಿ ಪೂಜಾರಿ ಪಾಪ ಫುಲ್ಲು ಟೆನ್ಷನ್ ಅಲ್ಲಿ ಕುಡ್ಕೊಂಡು ಊಟ ನಿದ್ದೆ ಇಲ್ಲದೆ ಓಡಾಡ್ತಾ ಇರ್ತಾನಂತೆ. ಸೊ ತನ್ನ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ನ ಆ ಒಂದು ಪರಿಸ್ಥಿತಿನ ನೋಡಕ್ಕಾಗದೆ ಭೀಮಾ ಹೋಗ್ಬಿಟ್ಟು ರವಿ ಪೂಜಾರಿ ಹತ್ರ ಮಾತಾಡ್ತಾನೆ. ಯಾಕೆ ಮಗ ನೀನು ತುಂಬಾ ಟೆನ್ಷನ್ ಅಲ್ಲಿ ಕಾಣಿಸ್ತಾ ಇದೆಯಾ, ಕುಡ್ಕೊಂಡು ಓಡಾಡ್ತಿದ್ಯಾ, ಮನೆಯವ್ರಿಗೆಲ್ಲ ತುಂಬಾ ದುಡ್ಡು ಕಳಿಸಿದ್ಯಾ ಅಂತ, ಇಲ್ಲಿ ಬೇರೆ ಯಾರ್ಯಾರಿಗೋ ಸಾಲಗಳು ಕೊಡ್ತಿದ್ಯಾ, ಏನ್ ನಿಂದು ಕತೆ ಅರ್ಥ ಆಗ್ತಿಲ್ವಲ್ಲ, ಇಷ್ಟೊಂದು ದುಡ್ಡು ನಿನ್ನ ಹತ್ರ ಎಲ್ಲಿಂದ ಬಂತು ಅಂತ ಭೀಮಾ ಒತ್ತಿ ರವಿ ಪೂಜಾರಿ ಹತ್ರ ಕೇಳಿದಾಗ ಆಗ ಕೊನೆಗೆ ರವಿ ಪೂಜಾರಿ ಬಾಯ್ ಬಿಡ್ತಾನೆ. ಅಂಡ್ ರವಿ ಪೂಜಾರಿ ಭೀಮನ ಮುಂದೆ ಏನ್ ಹೇಳ್ತಾನೆ ಅಂದ್ರೆ, ಮೊನ್ನೆ ಸೌಜನ್ಯ ಅಂತ ಒಂದು ಹುಡುಗಿಯ ಹೆಣ ಸಿಕ್ತಲ್ವಾ, ನಿನಗ್ ಗೊತ್ತಾ ಆ ಹುಡುಗಿ ಜೊತೆ ಹಂಗ್ ಮಾಡಿರೋದು ಯಾರು ಅಂತ? ಭೀಮಾ ಇಲ್ಲ ನನಗ್ ಗೊತ್ತಿಲ್ಲ ಅಂದಾಗ ಅದಕ್ಕೆ ರವಿ ಪೂಜಾರಿ ಹೇಳ್ತಾನೆ, ಆ ಹುಡುಗಿ ಸೌಜನ್ಯ ಜೊತೆ ಆತರ ಮಾಡಿದ್ದು ಬೇರೆ ಯಾರು ಅಲ್ಲ, ಚಿಕ್ಕ ದಣಿಗಳ ಹರ್ಷೇಂದ್ರ ಕುಮಾರ್ ಅಂಡ್ ಆ ಹುಡುಗಿನ ಸಾಯಿಸಿ ಅವಳ ದೇಹನ ಎಲ್ಲಾದ್ರೂ ಬಿಸಾಡ್ರಿ ಅಂತ ಚಿಕ್ಕ ದಣಿಗಳು ಹೇಳಿದ್ರು. ಈ ವಿಷಯ ನಾನು ಎಲ್ಲೂ ಹೊರಗಡೆ ಬಿಟ್ಕೊಡ್ಬಾರ್ದು ಅಂತ ದಣಿಗಳು ನನಗೆ 25,000 ದುಡ್ಡು സഹ ಕೊಟ್ರು ಅಂತ രവി പൂജാരി ഭീമന ಮುಂದೆ ಹೇಳಿದಾನೆ. അതായത് ഭീമയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ രവി പൂജാരി എന്ന് പറഞ്ഞ ആ 5 പേരിൽ ഒരാൾ. വിറ്റ്നസ് ആവാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന, ദ പ്രൈം വിറ്റ്നസ് ആവാൻ ഏറ്റവും കൂടുതൽ പോലീസുകാർ എടുക്കേണ്ടിയിരുന്ന വ്യക്തി. ആ വ്യക്തിയാണ് സ്വയം തീർന്നു പോയി എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്ത, കേസ് ക്ലോസ് ചെയ്തത്. എന്നാൽ ആ വ്യക്തി ഭീമയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു എന്നും സൗജന്യെ തീർത്ത് കളഞ്ഞ 5 പേരിൽ ഒരാൾ അയാളായിരുന്നു എന്നും അയാൾ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആര് എന്തിനത് ചെയ്തു എന്നുള്ള പേരുകളടക്കം ഭീമയ്ക്ക് ഈ പറഞ്ഞ രവി പൂജാരി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 25,000 രൂപ കൂട്ടുനിന്നതിനും ചെയ്തതിനും 25,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഉള്ള ശുചീകരണ തൊഴിലാളിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. ധർമ്മസ്ഥലയിൽ അയാൾ ജോലി ചെയ്തിരുന്ന സമയത്ത് അയാളെ കൊണ്ട് ഇവർ കുഴിച്ചിടിപ്പിച്ച എല്ലാ ബോഡികളും എവിടെയാണ് ഇരിക്കുന്നത് എന്നും എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും അയാൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പവർഫുള്ളായ മീഡിയ വരെ തൊടാൻ പേടിക്കുന്ന ഒരു കേസിലെ
ഇത്രയും എന്താ പറയുക സോളിഡായിട്ടുള്ളൊരു വിറ്റ്നസ് മാത്രമല്ല, ഇയാൾ കൂട്ടുപ്രതി കൂടിയാണ്. പക്ഷേ ഇയാളുടെ കൺഫെഷനാണ് ഇപ്പോൾ എന്ത് ചെയ്തത് ഈ കേസിനൊരു ലൈഫ് കൊണ്ടുവന്നത്. ഇത്രയും വലിയ ക്രൂരകൃത്യം ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ലോകത്ത് തന്നെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊരു ഹിന്ദു അമ്പലമല്ല, എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്. പക്ഷേ ഹിന്ദു അമ്പലം എന്നുള്ള രീതിക്കാണ് ഈ ശ്രീ മഞ്ജുനാഥ സ്വാമി ടെമ്പിൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ജെയിൻ ബേസ്ഡ് ടെമ്പിൾ. അഹിംസയൊക്കെയാണ് ജൈനന്മാരുടെ ഏറ്റവും വലിയ എടുത്തു കാണിക്കുന്ന കാര്യം. ഇതെന്തുവാടെ ഇത്? ഒരു അമ്പലം, ഒരു നാട്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടൊരു ഫാമിലി, ആ ഫാമിലിയിലുള്ള ആളുകൾ, മുതിർന്നവരും ചെറിയവരും ചേർന്ന് നാട്ടിലെ സ്ത്രീകളെ കുട്ടികളെ വലിച്ചു കീറി കൊന്ന് കുഴിച്ചിടുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് പോലീസുകാരതിന് കൂട്ടുനിന്ന് മീഡിയ ഇത് ടേക്കപ്പ് ചെയ്യുക. അത് ആയിരക്കണക്കിന് തിരിച്ചറിയാത്ത ഏതൊക്കെയോ വീട്ടിലെ ആരൊക്കെയോ കുട്ടികളും അമ്മമാരും കുട്ടികളും മക്കളും. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എന്ത് ചെയ്യരുത്, ശബ്ദിച്ചു പോരുത്, ചോദ്യം ചെയ്തു പോരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ധർമ്മസ്ഥലയിൽ ഞാൻ പോവാതിരിക്കില്ല. റീസെൻ്റ്ലി തന്നെ ഞാൻ പോവും. പക്ഷേ പോകുന്ന സമയത്ത് പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചു വരുന്നു എനിക്കറിയാൻ പാടില്ല. ഇനി ഞാനിതിൽ സംസാരിച്ചത് മനാഫായിട്ടാണ്. നമ്മുടെ അർജുൻ വിഷയത്തിലെ ലോറി ഉടമ മനാഫ് 24 ന്യൂസിലൊക്കെ കയറി. മനാഫ് ഒരു 4 മാസമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നമ്മുടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മനാഫ് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മനാഫാണ് ഇപ്പോൾ അവിടുത്തെ മീഡിയ കോർഡിനേറ്റർ ഇവരുടെ ടീമിൻ്റെ. മനാഫും അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം പേടിച്ചിട്ടാണ് 4 മാസം അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചത്. മനാഫിനെ ഞാൻ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, പോവുകയാണെങ്കിൽ പോയിക്കോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം, പക്ഷേ ബി കെയർഫുൾ, സ്വന്തം തടി എന്നെ നോക്കണം. എതിരുള്ളൊരു വണ്ടി വന്നാലോ, ഭക്ഷണത്തിനകത്ത് വിഷം വെച്ച് തന്നാലോ, ആരെങ്കിലും ഒന്ന് തട്ടിയിട്ട് പോയാലോ, അതൊക്കെ അവിടെ സംഭവിക്കും. ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടും ചോദിക്കാത്തൊരു നാടും നാട്ടിലെ ആളുകളും നിയമമാണ്. എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. മനാഫിനോടും പറയാനുള്ളത് കാര്യത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനാഫ് അവിടെ നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പിന്നാലെ നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്ക് പോകണം. കാരണം ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ആരും നമ്മുടെ നാട്ടിൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഒന്നും അറിയാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് കുറച്ച് നാട്ടുകാരെ കണ്ടിട്ട്, കാരണം ഇതിൽ കുറച്ച് മലയാളി ഫാമിലീസും ഉണ്ട്, അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും കണ്ടിട്ട് അവരുടെ എന്താണ് അവസ്ഥ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് പുറം ലോകത്തിന് അറിയിക്കാൻ പറ്റുമില്ല നോക്കണമല്ലോ. ആൻഡ് ടു മൈ കന്നഡ വ്യൂവേഴ്സ്, ಪ್ಲೀಸ್ ಎಲ್ಲರೂ ಸಮೀರ್ದು ವಿಡಿಯೋ ಶೇರ್ ಮಾಡಿ, ನಂದಿಲ್ಲ. ಬಿಕಾಸ್ ಐ ಮೇಕ್ ವೀಡಿಯೋಸ್ ಫಾರ್ ದಿಸ್ ಮಲಯಾಳಿ ಕ್ರೌಡ್. ನೀವು ಕನ್ನಡದಲ್ಲಿ ಇಲ್ಲ ಜನಗಳು, ನೀವು ಒಂದಾಗಿ ಸೇರಿಸ್ಬಿಟ್ಟು ಯು ಗೈಸ್ ಫೈಟ್ ಅಗೇನ್ಸ್ಟ್ ದಿಸ್ ಪೀಪಲ್. ನೀವು ಪ್ರೊಟೆಸ್ಟ್ ಮಾಡಿ. ಯಾಕಂದರೆ ಇವ್ರದ್ದು ಮನಿ ಪವರ್, ಮಸೀಲ್ ಪವರ್ ಸ್ವಲ್ಪ ಇಲ್ಲ, ಇದು ரொம்ப ಜಾಸ್ತಿ. They are big powerful people. So for all my Kannada people who are there in Dharamsthala and all over Karnataka, sorry, you people just try to take this issue as a big thing which have happened in your Karnataka, because there are a lot of politicians involved in this. There are a lot of corrupted police people are involved in this. Even the media persons are involved in this. So all these beggars should come out. ನೀವು ಏನು ಮಾಡಲಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ. Or else if you can't do anything, at least do this. Please try to get information from that sanitization paper, that guy is there, no? Please get some information from that guy, and at the last moment, you people go and dig up all those dead bodies from there. അതല്ലാതെ വേറെ വഴിയില്ല. നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കി അവിടെ പോയിട്ട് മണ്ണ് മാന്തി ഡെഡ് ബോഡീസൊക്കെ എടുത്ത് വലിച്ച് പുറത്തിട്ട് കൊടുക്കും പോലീസിൻ്റെ നിയമത്തിൽ. എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇത്രയും വലിയൊരു സെൻസേഷണൽ സാധനം
ഞാൻ 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 എൻ്റെ യൂട്യൂബിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കുന്നതും കാണുന്നത്. ഒരു നാട് മൊത്തം എന്ത് ഈ നാട്ടിൽ നിയമമില്ലേടി, നിയമമില്ലേ, പോലീസ് ഇല്ലേ, നിയമമില്ലേ. ഒരു ഫാമിലി ഇത്ര പവർഫുള്ളായി നടക്കുമ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്നാണോ ഈ നാട്ടിൽ? ഇപ്പോഴും ആളുകൾ പേടിക്കുകയാണ് അവിടെ. ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവർക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല അവർ എത്ര കാലം ജീവിച്ചിരിക്കും. അവർ ഇത്ര കാലം ജീവിച്ചിരുന്ന പ്രൊട്ടസ്റ്റ് നടത്തിയതിന് അവരെ ഭാഗ്യം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ ഗൈസ്, ബൈ. ഇനി ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ നോക്കട്ടെ. ഇനിയുണ്ട്, ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ സമീറിൻ്റെ വീഡിയോ റെഫറൻസ് വെച്ചിട്ടായിരിക്കില്ല. മോസ്റ്റ്ലി അവിടെ പോയ മനാഫിൻ്റെ, പിന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച 1-2 ആളുകളത്, പിന്നെ എനിക്ക് അവിടുത്തെ ലോക്കൽ ക്രൗഡിൽ നിന്ന് മെസ്സേജ് അയച്ച കുറച്ച് പേരുമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻസ്, അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ്. ജീവനോടുകൂടി പോയി തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പോയി തിരിച്ചു വന്നിട്ടോ അല്ലെങ്കിൽ പോയിട്ടോ ഉള്ള ഇൻഫർമേഷൻസ് ഇത്രയൊക്കെ ആയിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.